ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് കക്ക ഉപയോഗിച്ചുണ്ടാക്കുന്ന എൻ്റെ രണ്ടാമത്തെ റെസിപ്പിയാണ്. ഇന്ന് ഞാൻ കക്ക ഒരു വ്യത്യസ്തമായ രീതിയിൽ ഫ്രൈ ചെയ്യുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ സാധാരണ മീനും ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കക്ക ഫ്രൈ ചെയ്താൽ മീനിലും ചിക്കനിലൊക്കെ മസാല പിടിക്കുന്ന അത്ര തന്നെ കക്കയിൽ പിടിച്ചോളണം എന്നില്ല. എന്നാൽ ഈ ഒരു രീതിയിൽ കക്ക ഫ്രൈ ചെയ്യുകയാണെങ്കിൽ മസാലയെല്ലാം നല്ല പോലെ പിടിച്ചിട്ട് അടിപൊളി ടേസ്റ്റിൽ നിങ്ങൾക്ക് കക്ക ഫ്രൈ റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് മുന്നേ ഞാൻ കക്കച്ചാറിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എൻ്റെ കക്കയുടെ 2 റെസിപ്പികളും കണ്ടു നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് കക്ക ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അതിൻ്റെ ഉള്ളിലെ ബ്ലാക്ക് കളറിലുള്ള അഴുക്കൊക്കെ ഒന്ന് കളയണം. തൊണ്ട് കളഞ്ഞതാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഏകദേശം 1/2 കിലോ ആണ് ഇതുള്ളത്. ഉള്ളിലെ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം വെള്ളം വാരാൻ വേണ്ടി വെക്കണം. ഇനി കക്ക ഫ്രൈയിലേക്ക് നമുക്ക് വേണ്ടത് 1 കുടം വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയുമാണ്. വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം. സവാള ഒന്ന് ചോപ്പ് ചെയ്തും എടുക്കണം. ഇനി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന കക്ക ചേർത്ത് കൊടുക്കാം. കക്ക ചൂടായി തുടങ്ങി അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം നല്ല പോലെ വറ്റണം. ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇളക്കി പൊടികളെല്ലാം മൂപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത സബോളയും ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ചധികം സമയം എടുത്തിട്ട് വേണം കക്ക ഫ്രൈ ചെയ്യാൻ. അപ്പോൾ മാത്രമേ മസാല നന്നായി കക്കയിൽ പിടിക്കൂ. സബോള എല്ലാം നല്ല പോലെ വഴന്ന് ട്രാൻസ്പെറൻ്റ് ആവണം. ഇപ്പോൾ നമ്മുടെ കക്കയൊക്കെ നല്ല പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. എരിവിനനുസരിച്ച് പച്ചമുളക് നടുകീറിയതും വേപ്പിലയും ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് എനിക്ക് കക്ക ഫ്രൈയുടെ കൂടെ തക്കാളിക്കറി മാത്രമേ ഉള്ളൂ. വേറെ കറികളൊന്നുമില്ല. പക്ഷെ ഇത് മാത്രം മതി. ചൂട് ചോറും നല്ല എരിവും പുളിയുള്ള തക്കാളിക്കറിയും പിന്നെ നമ്മുടെ കക്ക ഫ്രൈയും. അതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. തക്കാളിക്കറിയുടെ റെസിപ്പി ഈസി ലഞ്ച് പ്രിപ്പറേഷൻ്റെ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ഈസി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുള്ള കക്കച്ചാറിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ കാണാനും ലിങ്ക് ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത ടേസ്റ്റി മീസിയുമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.